അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്ലബിൻ്റെ സിനാരിയോയെ പറ്റി പറയാം. നമ്മളിപ്പോൾ 1:1 റൂളിലേക്ക് എത്തിയോ ഇല്ലയോ? ആ ഒരു കൺഫ്യൂഷൻ ചിലർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ 1:1 റൂളിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. അതായത് കാറ്റലോണിയ റേഡിയോ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പറഞ്ഞത് ബാഴ്സ 1:1 റൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 8 മില്യൺ യൂറോസിൻ്റെ ഒരു ഫണ്ട് കണ്ടെത്തണം എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ കഴിഞ്ഞ വിൻ്ററിൽ VIP സീറ്റ്സ് സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 100 മില്യൺ യൂറോസിന്. പക്ഷെ അന്ന് ഈ ഒരു ഫൈനാൻഷ്യൽ ഓഡിറ്റർ അത് അപ്രൂവ് ചെയ്തിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അന്ന് VIP സീറ്റ്സ് ഇൻസ്റ്റാൾ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 100 മില്യൺ യൂറോസിൻ്റെ ആ ഒരു എമൗണ്ട് ആഡ് ആക്കിയില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ VIP സീറ്റ്സ് ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 100 മില്യൺ യൂറോസ് കൗണ്ട് ചെയ്യും. അപ്പോൾ അത് കൗണ്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ 1:1 റൂളിലേക്ക് എത്തുമെന്നാണ് സ്പോർട്സ് പറയുന്നത്. അപ്പോൾ വരും മണിക്കൂറിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു 1:1 റൂളിലേക്ക് എത്തുമെന്നത് കൺഫേം ചെയ്യാൻ പറ്റും. ലാലിഗ ഓഡിറ്ററിൻ്റെ അപ്രൂവലും കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് സ്പോർട്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. ഇനി പറയാനുള്ളത് നോവ ഡാർവിച്ചിനെ കുറിച്ചാണ്. ഇപ്പോൾ നോവ ഡാർവിച്ച് എന്ന് പറയുന്ന താരം 2023-24 സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് നോവ ഡാർവിച്ച് ബാഴ്സയിലേക്ക് വരുന്നത്. ബാഴ്സ അത്ലറ്റിക്കിൻ്റെ പ്ലെയർ ആയിട്ടാണ് ബാഴ്സ രജിസ്റ്റർ ചെയ്തത്. പ്ലെയർ ഫസ്റ്റ് ടീമിൽ വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പോയില്ല. ഹാൻസ് ഫ്ലിക്കിൻ്റെ അണ്ടറിലായിക്കോട്ടെ ചാവിയുടെ അണ്ടറിലായിക്കോട്ടെ പ്ലെയറിന് പ്ലേയിങ് ടൈമോ കാര്യങ്ങളോ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ശരി, ഇപ്പോൾ പ്ലെയർ ബാഴ്സ വിട്ട് പോയിട്ടുണ്ട്. പെർമനൻ്റ് ആയിട്ട് പോയിട്ടാണുള്ളത്. സ്ട്രൂഗാറിൻ്റെ പ്ലെയർ ആയിട്ട് മാറി. അപ്പോൾ ഈ ഒരു ഡീലിനകത്ത് ബാഴ്സ സെൽ ഓൺ ക്ലോസ് ആഡ് ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല റൈറ്റ് ഓഫ് ഫസ്റ്റ് റിഫ്യൂസൽ ക്ലോസും ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡീൽ നടന്നത് ചെറിയൊരു എമൗണ്ടിനാണ്. അപ്പോൾ പ്ലെയർ സ്ട്രൂഗാർഡിൽ തിളങ്ങോ ഇല്ലയോ എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. എന്തായാലും താങ്ക് യു ആൻഡ് വിഷ് യു ഗുഡ് ലക്ക് നോവ ഡാർവിച്ച്. ഇനി പറയാനുള്ളത് സെർജിയോ ഡൊമിംഗസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ബാഴ്സ അത്ലറ്റിക് താരം ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഡൈനാമോ സാഗ്രബ് എന്ന് പറയുന്ന ക്ലബ്ബിലേക്ക് പോയിട്ടുണ്ട്. ഏകദേശം 1.2 മില്യൺ യൂറോസിനാണ് ആ ഒരു ഡീൽ നടന്നത്. അതുമാത്രമല്ല പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സെയിലിലെ 20% റൈറ്റ്സ് ബാഴ്സ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ആൻഡ് വിഷ് യു ഗുഡ് ലക്ക് സെർജി ഡൊമിംഗസ്. ഇനി പറയാനുള്ളത് അൻസു ഫാറ്റിയെ കുറിച്ചാണ്. അപ്പോൾ അൻസു ഫാറ്റി ഇപ്പോൾ AS മൊണാക്കോയുടെ പ്ലെയർ ആയിട്ടുണ്ട്. ലോൺ ഡീൽ വഴിയാണ് പ്ലെയർ ബാഴ്സ വിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലോൺ ഡീൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്ലെയർ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ട് 2028 വരെ. ശരിക്കും പ്ലെയറിൻ്റെ കോൺട്രാക്ട് 2027 വരെ ആയിരുന്നു. പക്ഷേ വേജ് ഈ ഒരു AS മൊണാക്കോയെ പറ്റുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഈ ഒരു AS മൊണാക്കോ പ്ലെയറിൻ്റെ വേജിൻ്റെ 50% നൽകാൻ റെഡി ആവുന്നുണ്ട്. ബാക്കി 50% ബാഴ്സ കൊടുക്കേണ്ടും വരുന്നുണ്ട്. എന്തായാലും പ്ലെയറിൻ്റെ എക്സിറ്റ് ആ രീതിയിലാണ് ബാഴ്സ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ ബാഴ്സയ്ക്ക് ഏകദേശം 8 മില്യൺ യൂറോസിൻ്റെ ഒരു FFP ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ബാഴ്സ ഈ ഒരു ഡീലിനകത്ത് 11 മില്യൺ യൂറോസിൻ്റെ ഒരു ബൈ ഓപ്ഷൻ ആഡ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു മൊണാക്കോൻ്റെ പ്ലെയർ പെർഫോമൻസ് ഇഷ്ടപ്പെട്ട ആ ഒരു ക്ലോസ് ട്രിഗർ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ബാഴ്സ ഈ ഒരു ഡീൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സീസൺ എൻഡ് ആകുമ്പോൾ അൻസു ഫാറ്റിയുടെ പെർഫോമൻസ് കണ്ടിട്ട് AS മൊണാക്കോ ഈ ഒരു ഡീൽ പുള്ള് ചെയ്യുമെന്ന് തന്നെയാണ്. എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു അൻസു ഫാറ്റിയുടെ എക്സിറ്റ് അടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാഴ്സ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാത്തുനിന്നത്. കാരണം പ്ലെയറിൻ്റെ എക്സിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെമീൻ്റെ ന്യൂ ജേഴ്സി നമ്പർ റിവീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഡിലേ ആക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് അൻസു ഫാറ്റി ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ടെങ്കിലും ലെമീൻ യമാൽ പറഞ്ഞത് ഈ വരുന്ന ജൂലൈ 13 പ്ലെയറിൻ്റെ ഒഫീഷ്യൽ ജേഴ്സി നമ്പർ റിവീൽ ചെയ്യാമെന്ന്. അപ്പം അതുവരെ ആ ഒരു അപ്ഡേറ്റ് പുറത്തുവിടണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം പ്ലെയറിൻ്റെ പുതിയ ജേഴ്സി നമ്പർ എന്തായിരിക്കുമെന്ന്. എന്തായാലും അത് ഈ വരുന്ന ജൂലൈ 13 മാറ്റിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. ഇനി പറയാനുള്ളത് നീക്കോ വില്യംസിനെ കുറിച്ചാണ്. അപ്പോൾ നീക്കോ വില്യംസ് ബാഴ്സ മൂവിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ബാഴ്സ ആണെങ്കിൽ 1:1 റൂളിൽ എത്തിക്കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് ആയിട്ടുള്ള 62 മില്യൺ യൂറോസ് ട്രിഗർ ചെയ്യും. എന്തായാലും പ്ലെയർ ഈ വരുന്ന ജൂലൈ 9 തന്നെ ബാഴ്സ പ്ലെയർ ആവും എന്നാണ് ബാഴ്സ വിശ്വസിക്കുന്നത്. പ്ലെയർ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ബാഴ്സ മൂവ് നടത്താൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതായത് പ്ലെയറിൻ്റെ ലാലിഗ രജിസ്ട്രേഷൻ ഓൺ ടൈമിൽ നടന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ബാഴ്സ മൂവ് നടന്നാൽ മതി എന്നൊരു മൈൻഡ് സെറ്റിലാണ് പ്ലെയർ ഉള്ളത്. കഴിഞ്ഞ സമ്മറിൽ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ പ്ലെയറിൻ്റെ ഏജൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലെയറിൻ്റെ ക്യാമ്പിലുള്ള ആൾക്കാരായിക്കോട്ടെ അവർക്ക് ബാഴ്സ മൂവിനോട് വലിയ താല്പര്യമൊന്നുമില്ല. നടന്നാൽ സന്തോഷം, പക്ഷേ അവർ പ്രിഫർ ചെയ്യുന്നത് ബയൺ മൂവ് തന്നെയാണ്. ഇപ്പോൾ പ്ലെയറിൻ്റെ ഏജൻറ്റ് ഇപ്പോൾ ബാഴ്സനെ നല്ല രീതിയിൽ പ്രഷർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഡീൽ നടക്കില്ലേ, നടക്കുമോ, ആ രീതിയിലുള്ള ഒരു പ്രഷർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു ഏജൻറ്റ് പറയുന്നത് നീക്കോ വില്യംസിൻ്റെ ലാലിഗ രജിസ്ട്രേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഡാനി അൽമോയുടെ ഡീലിനകത്ത് ഉൾപ്പെടുത്തിയ അതേ ക്ലോസ് നീക്കോ വില്യംസ് ഡീലിനകത്ത് ഉൾപ്പെടുത്തണം. വേറൊന്നുമല്ല, ഈ താരത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കാത്തത് കൊണ്ട് പ്ലെയറെ ഫ്രീ ഏജൻ്റ് ആക്കണമെന്നാണ് ക്ലോസ്.
അത് നമ്മുടെ ബാസ ബോർഡ് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നില്ല, റിജക്റ്റ് ചെയ്തു. എന്നിട്ട് വേറൊരു ഓഫർ മുന്നോട്ട് വെച്ചു. പ്ലെയറിൻ്റെ ലാലിഗ രജിസ്ട്രേഷൻ നടന്നിട്ടില്ലെങ്കിൽ പ്ലെയറെ സെല് ചെയ്യാൻ ബാസ റെഡിയാണ്. സെല് ചെയ്യുന്നത് പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് എത്രയാണോ ആ ഒരു എമൗണ്ട് പ്ലസ് ടാക്സ് നൽകാൻ വരുന്ന ക്ലബ്ബ് റെഡിയാണ്. എന്നാൽ പ്ലെയറെ സെല് ചെയ്യുക എന്ന രീതിയിലുള്ള ഒരു ഓഫറാണ് ബാസ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ശരി, ഈ പറയുന്ന ഡെക്കോ ആയിട്ട് ഈ നീക്കോ വില്യംസിൻ്റെ ഏജൻറ്റ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലെയറിൻ്റെ ഏജൻറ്റ് നൽകിയിരിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് പ്ലെയറിൻ്റെ ലാലിഗ രജിസ്ട്രേഷൻ നടക്കും, പ്ലെയർ ബാസ പ്ലെയർ ആയിരിക്കും എന്നായിരുന്നു. എന്തായാലും ഈ ഒരു സീസൺ തുടങ്ങിയ ഉടനെ പ്ലെയറിന് പ്ലേയിങ് ടൈം ലഭിക്കുകയോ ഇല്ലയോ എന്നതെല്ലാം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഓൾമോനെ ഫേസ് ചെയ്ത അതേ സിനാരിയോ ചിലപ്പോൾ ഈ പറയുന്ന നിക്കോ വില്യംസ് ഫേസ് ചെയ്യേണ്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയൊക്കെ റിയാലിറ്റി എന്നതെല്ലാം കണ്ടറിയാം. ഇനി പറയാനുള്ളത് മെസ്സിയെക്കുറിച്ചാണ്. ഇപ്പോൾ മെസ്സിക്ക് ഇപ്പോൾ ഇന്റർ മയാമി ആയിട്ട് 2025 വരെയുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. ഡിസംബർ വരെയാണ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ പ്ലെയർ ഫ്രീ ഏജൻ്റ് ആണ്. കോൺട്രാക്റ്റ് റിന്യൂവലിൻ്റെ ടോക്ക് നടന്നതാണ്, പക്ഷേ അതിപ്പോൾ ഹോൾഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മെസ്സിയുടെ എയിം എന്ന് പറയുന്നത് 2026 വേൾഡ് കപ്പിൽ പങ്കെടുക്കുക എന്നാണ്. അപ്പോൾ 2026 വേൾഡ് കപ്പ് പങ്കെടുക്കുന്നതിന് മുൻപായിട്ട് അത്യാവശ്യം കോമ്പറ്റീഷനുള്ളൊരു ലീഗിലേക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് മെസ്സിയുടെ ടേക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മെസ്സി തിരിച്ച് യൂറോപ്പിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ബാസിലേക്ക് ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ സിറ്റിയിലേക്ക് പോവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ജോൺ ലപ്പോർട്ട യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുകയാണെങ്കിൽ മെസ്സി ഈ ഒരു വിൻഡർ ട്രാൻസ്ഫർ ഉണ്ടല്ലോ ബാസ പ്ലെയറോ അത് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം 2026 നടക്കുന്ന ബാസ സെലക്ഷനിൽ ജോൺ ലപ്പോർട്ട തന്നെയായിരിക്കും റീഎലക്റ്റ് ആവുക. അത്രയധികം ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജോൺ ലപ്പോർട്ട ചിലപ്പോൾ, ഞാൻ വീണ്ടും പറയുകയാണ്, ചിലപ്പോൾ മെസ്സിനെ കൊണ്ടുവരാൻ നോക്കും. നടക്കും ഇല്ലയോ എന്നതെല്ലാം കണ്ടറിഞ്ഞിട്ട് കഴിയാം. മെയിനായിട്ട് പറഞ്ഞാൽ നമ്മുടെ FFP ആണ് വില്ലൻ. ആ ഒരു ടൈമിൽ നമ്മുടെ FFP വില്ലനായിട്ട് വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.